Dearest sisters and brothers, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, thank you very very much for waiting for me and for being here to listen to me today. എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും അതുപോലെ എന്നെ കേൾക്കാനായി നിങ്ങൾ ഇവിടെ വന്നു ചേർന്നതിനും ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. And more than anything else, thank you for the immense love that you have shown me in the last 2 days that I have been campaigning here. എല്ലാറ്റിനും ഉപരിയായി ഞാൻ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വന്ന കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങൾ എനിക്ക് നൽകിയ ഇത്രയും വലിയ സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Now I know how much you love Rahul. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് രാഹുലിനെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. I always knew how much he loves you. കാരണം എനിക്ക് നേരത്തെ അറിയായിരുന്നു, എപ്പോഴും അറിയായിരുന്നു രാഹുലിന് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. But in the last 2 days I have really felt your love and I have understood how deep this bond is between you and him. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ രാഹുലും നിങ്ങളും തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്നും കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. And I want to say what a great honor it is for me that I am standing as the candidate, the UDF candidate in this election, and that I am in some way benefiting from this great love that you share with my brother. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിലപ്പുറം വലിയൊരു ആദരവ് എന്താണ് എനിക്ക് വേണ്ടിയതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ സഹോദരനുമായി പങ്കിടുന്ന ഒരു വലിയ സ്നേഹത്തിൽ നിന്ന് അതിന്റെ ഗുണം ഇന്ന് എനിക്ക് കൂടിയാണ് ലഭിക്കുന്നത്. I think in politics it's not often that leaders and the people they represent share this kind of a bond. It's rare. ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ നേതാക്കളും അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണെന്നാണ് ഞാൻ കരുതുന്നത്. Most of the time one sees political leaders feel that the public is a tool for them to move forward and to get more and more power. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ കാണാറുണ്ട്, പൊതുജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അധികാരം ലഭിക്കാനും അധികാരത്തിൽ തുടർന്നു കൊണ്ടുപോകാനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് പൊതുജനങ്ങളെ പലപ്പോഴും കാണുന്നത്. But this kind of deep respect for the public that my brother has in his heart and the respect that you have for him is truly rare and should really be the basis of all politics. ശരിക്കും എൻ്റെ സഹോദരന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആഴത്തിലുള്ള ബഹുമാനം, അതുപോലെ നിങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള ആഴത്തിലുള്ള ബഹുമാനം, ഈ പരസ്പര ബഹുമാനമായിരിക്കണം ശരിക്കും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ അടിത്തറയായി നിലനിൽക്കേണ്ടത്. In fact, that is what Mahatma Gandhiji's dream for India was. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്ക് ഈ രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നവും അതായിരുന്നു. When he formed his own bond with the people of India and he led the freedom movement and the people of India stood side by side with him, shoulder to shoulder with him in fighting for the freedom of our country. This is the bond, that the foundation that was laid by him. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുമായി ഒരു ബന്ധമുണ്ടാക്കി സ്വാതന്ത്ര്യ സമരത്തെ മുൻപോട്ട് നയിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നു. ഇത്തരത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ രാജ്യത്തിന്റെ അടിത്തറയായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്. As one of the greatest leaders of all time, when he spoke, he did not speak for himself, he spoke for each and every Indian. മഹാത്മാഗാന്ധി ഈ ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയല്ല സംസാരിച്ചത്, അദ്ദേഹം സംസാരിച്ചത് ഈ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തിക്കും വേണ്ടിയാണ്. When he fought for justice, when he fought for equality, when he spoke of secularism, he spoke for every single Indian, no matter what religion, what caste, what creed. അദ്ദേഹം സമത്വത്തിന് വേണ്ടി, അദ്ദേഹം തുല്യതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, മതേതരത്വത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്, ഏത് മതത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിലും പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. It was his dream that those who represent you respect you.
മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ ജനപ്രതിനിധികൾ ഈ രാജ്യത്തെ ജനങ്ങളെ ബഹുമാനിക്കണമെന്നത് മഹാത്മജിയുടെ സ്വപ്നമായിരുന്നു. That those whom you elect to be your representatives, whether in parliament or whether in the assemblies, are people who come to you, who understand your problems, who come to your homes, discuss with you what the solutions can be, and then make policies to help you and to make you progress. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ജനപ്രതിനിധികളായി പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ നിങ്ങളുടെ വീടുകളിലെത്തി നിങ്ങളോട് സംസാരിക്കുന്നവർ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നവർ, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ളവരായിരിക്കണം ജനപ്രതിനിധികൾ എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. And yet today on this very land on which the Mahatma fought for our freedom, ഇന്ന് ഈ രാജ്യത്ത് എവിടെയാണോ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആ നാട്ടിൽ, and on this very land where the indigenous tribal people of Wayanad fought for our freedom, ഇതേ ഭൂമിയിൽ തദ്ദേശീയരായ ആദിവാസി ജനങ്ങൾ എവിടെയാണോ വയനാട്ടിന്റെ ഭൂമിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആ നാട്ടിൽ, as part of India, we see what kind of governance there has been in our country for the last 10 years. അങ്ങനെ ഒരു രാജ്യത്ത് ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് എങ്ങനെയുള്ള ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. We have seen the politics of communalism destroy every peaceful, every loving relationship between different religions. നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളായി വർഗീയതയുടെ രാഷ്ട്രീയം, വിവിധ മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ, സമാധാനത്തെ ഇല്ലാതാക്കുന്ന കാഴ്ച ഈ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. They have tried to sow the seeds of fear, of anger, of hatred, of mistrust between different communities. വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭയത്തിന്റെ, ദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ വിത്തുകൾ വിതയ്ക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And have you ever thought of why they do this? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നതെന്ന്? Think of a family. Think of 3 brothers in a family. നിങ്ങൾ ഒരു കുടുംബത്തെ പറ്റി ആലോചിക്കുക, ഒരു കുടുംബത്തിലെ 3 സഹോദരങ്ങളെ പറ്റി ആലോചിക്കുക. And think that they are all working together. Maybe they have a factory or a business or a piece of land, and they all work together happily on that land. നിങ്ങൾ ആലോചിക്കുക, അവർക്ക് ഒരുപക്ഷെ ഒരു ഫാക്ടറി ഉണ്ടാകാം, ഒരു ബിസിനസ് ഉണ്ടാകാം, ഒരു വ്യവസായം ഉണ്ടാകാം, കുറച്ച് ഭൂമി ഉണ്ടാകാം. അവർ 3 പേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. They share equally what they earn so that each of their families progresses together. കാരണം അവർ 3 പേരും എന്തൊക്കെ സമ്പാദിക്കുന്നോ അവർ തുല്യമായിട്ട് പങ്കിടുന്നു. കാരണം എല്ലാവരുടെയും കുടുംബങ്ങൾ ഒരുപോലെ പുരോഗതി പ്രാപിക്കുന്നു. And think that someone one day comes and fills their ears about each other and says that you should not trust your brother because he is going to take more than you, or you should not trust your sister. Think what will happen. ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം ഒരാൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ വിശ്വസിക്കരുത്, കാരണം ആ സഹോദരൻ നിങ്ങളെക്കാൾ കൂടുതൽ സഹോദരന് പൈസ ഉണ്ടാവും അല്ലെങ്കിൽ സഹോദരിക്ക് ഉണ്ടാകും എന്ന് പരസ്പരം അവരുടെ ഇടയിൽ ഒരാൾ വന്ന് പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. The strength of that family will be divided. ഇത് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുടുംബത്തിന്റെ ഐക്യം, ആ കുടുംബത്തിന്റെ ശക്തി ഇല്ലാതെ അവർ വിഭജിച്ചു പോകും. They will fight. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടും. And no family, no country can benefit from this kind of a fight. ഇങ്ങനെ പരസ്പരമുള്ള ഒരു പോരാട്ടത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് ഗുണമുണ്ടാവില്ല. അതുപോലെ ഒരു രാജ്യത്തിനും അതിനുള്ളിലെ ആളുകൾ പരസ്പരം പോരാടുമ്പോൾ ഒരിക്കലും ഗുണമുണ്ടാവില്ല. If this were to happen in a family, then the person sowing those seeds of mistrust would be the only one who would benefit from the fight. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ആളുകളുടെ ഇടയിൽ അവിശ്വാസത്തിന്റെ വിത്ത് പാകിയ ആളാണോ ആ ആളിന് മാത്രമായിരിക്കും ഈ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പോരാട്ടത്തിൽ നിന്ന് ഗുണമുണ്ടാവുക. And in the same way this happens in politics. ഇതേ രീതിയിലാണ് രാഷ്ട്രീയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. When you are told to fight each other, somebody is benefiting. നിങ്ങൾ ഓർക്കുക, നിങ്ങളോട് പരസ്പരം പോരാടാൻ പറയുമ്പോൾ ആർക്കോ ഇതിന്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. Somebody is using your emotions. നിങ്ങളുടെ വികാരങ്ങള് ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And most of the time it is the one who is sowing these seeds within you that is benefiting.
കൂടുതൽ സമയത്തും നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ വിഭാഗീയതയുടെ വിത്തുകൾ പാകുന്നത് ആരാണോ അവരാണ് ഇതിൽ നിന്ന് ഗുണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. So the result of this kind of politics ruling us at the center for the last 10 years has been that you have been constantly distracted. കാരണം നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷങ്ങളായി ഇത്തരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ റിസൾട്ട്, ഈ രാഷ്ട്രീയത്തിന്റെ ഫലമായി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും നിരന്തരമായി നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. And while you are distracted, while fear is being sowed in your hearts, somebody else is benefiting. The Prime Minister's big business friends, 5 or 6 of them, are reaping all the benefits of your distraction. നിങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിലൊക്കെ ഭയം ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറച്ചു പേർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ആർക്കാണ്? പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ 5 or 6 വലിയ വ്യവസായികൾക്ക് ഇതിന്റെ ഫലം ഗുണമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. Without us even realizing, the public even realizing, all the ports, airports, subsidiaries of PSUs, big road projects, you name it, everything has been handed over to his businessmen. നമ്മൾ ആരും തിരിച്ചറിയുന്നതിന് മുമ്പ്, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, ഈ രാജ്യത്തെ എയർപോർട്ടുകൾ, ഈ രാജ്യത്തെ റോഡുകൾ നിർമ്മിക്കാനുള്ള കരാറുകൾ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ വലിയ ബിസിനസ്സുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 16 lakh crores of rupees of loans have been written off for them. അവരുടെ 16 ലക്ഷം കോടി രൂപ വരുന്ന കടങ്ങൾ എഴുതി തള്ളുകയുണ്ടായി. And what about the farmers of our country? What about their loans? നമ്മുടെ രാജ്യത്തെ അവരുടെ 16 ലക്ഷം കോടി വരുന്ന തുക ലോണുകൾ, കടങ്ങൾ എഴുതി തള്ളിയപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരുടെ കടങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? What about the much promised MSP for your rubber crop? നിങ്ങളുടെ റബ്ബറിന് വേണ്ടി അവർ വാഗ്ദാനം ചെയ്ത മിനിമം താങ്ങുവിലയ്ക്ക് എന്താണ് സംഭവിച്ചത്? The government says they don't have money for it. ഗവൺമെന്റ് പറയുന്നു ഇത് ചെയ്യാൻ അവർക്ക് പൈസ ഇല്ല. You educate your children, you work hard, you set up your own businesses, you work in the fields, you do whatever you can so that your children should be educated. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കുന്നു, നിങ്ങൾ കർഷക തൊഴിൽ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധ്യമായതെല്ലാം നിങ്ങൾ ചെയ്യുകയാണ്. And what do you face? That after educating them, they can't get jobs anywhere. നിങ്ങൾ നേരിടുന്ന അവസ്ഥ പക്ഷെ എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല. Because there is no focus on manufacturing, there is no focus on small businesses. All these shops I see in front, the ice store, this one, Diadem Medicals, the bakery, the Fusion World, all these are your small businesses. What has happened in the last 10 years? First you had demonetization, then you got GST, which has confused you and created all sorts of hurdles before you. നിങ്ങൾ കുട്ടികൾക്ക് ജോലി വേണം, പക്ഷെ ജോലിയില്ല. കാരണം നമ്മൾ ഉൽപാദന മേഖലയിൽ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെയുള്ള ഐ സ്റ്റോർ ഉണ്ട്, ഗോൾഡ് സിറ്റി ഉണ്ട്, ഇതുപോലെ ധാരാളം കടകളുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളിൽ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലുണ്ടാക്കുന്നതിനെ പറ്റി അവർ ശ്രദ്ധിക്കുന്നില്ല. ഗവൺമെന്റിന്റെ നോട്ട് നിരോധനവും GSTയും ഒക്കെ വന്ന ശേഷം, ചരക്ക് സേവന നികുതിയൊക്കെ വന്ന ശേഷം ഈ ചെറിയ സ്ഥാപനങ്ങളെ, വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഉണ്ടായത്. No policies have been made to strengthen you. നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരു നയങ്ങളും ഉണ്ടാക്കുന്നില്ല. To strengthen agriculture, കൃഷിയെ, കാർഷിക വൃത്തിയെ ശക്തിപ്പെടുത്താനുള്ള നയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. Where houses should be given to tribal peoples, their rights on their land should be given to them. Better access to healthcare, better access to education should be given to them. What has happened? Their lands are being snatched away from them in state after state and handed over to the Prime Minister's businessmen friends. നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട വീടുകൾ നൽകണം, അവർക്ക് ആരോഗ്യ സൗകര്യങ്ങൾ നൽകണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകണം. പക്ഷെ അതിനു പകരം ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുടെ ഭൂമി എടുത്തു മാറ്റി പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ സമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. A disaster takes place in Wayanad. There is a massive landslide. People lose their livelihood. People lose their entire families. I met little children who had lost every single member of their family. വയനാട്ടിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം നടന്നു, മണ്ണിടിച്ചിൽ നടന്നു, ഉരുൾപൊട്ടൽ നടന്നു. അവിടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട, കുടുംബങ്ങൾ നഷ്ടപ്പെട്ട അവരെ ഞാൻ കണ്ടു, വീടുകൾ നഷ്ടപ്പെട്ട, ജീവനോപാധി നഷ്ടപ്പെട്ടവരെ കണ്ടു, എല്ലാം നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കണ്ടു. And the result of the BJP's kind of politics is that the Prime Minister comes here, he meets the victims of that tragedy,
but for months he does not release the funds that they need to make their lives better again. നിങ്ങൾക്കറിയോ BJP പ്രവർത്തിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഫലം എന്താണെന്നറിയോ? ഈ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ അതിജീവിച്ചവരെ കാണാൻ പ്രധാനമന്ത്രി ഇവിടെ വന്നു. അവിടുത്തെ ആളുകളെ കണ്ട് സംസാരിച്ചു. പക്ഷേ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ഇതുവരെ നൽകാൻ അവർ തയ്യാറായിട്ടില്ല. You have a huge issue of man-animal conflict here. ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ, ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്. Something that needs a concerted effort so that a good solution can be found. എല്ലാവരും കൂടെ ചർച്ച ചെയ്യാനുള്ള ഒരു പരിശ്രമം വേണം. ഇതിന് കൃത്യമായ നല്ലൊരു പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം ഇവിടെ വേണം. Instead, suddenly the government announces ESA and puts 13-14 villages into that zone without so much as consulting the people who live on that land. പക്ഷെ അതിന് പകരം എന്താ ചെയ്യുന്നത്? ഭൂമിയിൽ ഇവിടെ താമസിക്കുന്ന ആളുകളോടൊന്നും ചർച്ച ചെയ്യാതെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഒരു ദിവസം പരിസ്ഥിതി ആഘാത പഠനം നടത്തി പരിസ്ഥിതി മേഖലകൾ പ്രഖ്യാപിച്ച് നിങ്ങളുടെ ഗ്രാമങ്ങളെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരു ചർച്ചയും നടക്കുന്നില്ല. Suddenly from one day to the next new rules apply to you. ഒരു ദിവസം മുതൽ മറ്റൊരു ദിവസം പുതിയ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരികയാണ്. And your voice remains unheard. നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ ഇരിക്കുകയാണ്. So my sisters and brothers, if there is a time when your voice needs to be heard loud and clear, the voice of every single Indian needs to echo all across this nation, it is now. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ നിങ്ങളുടെ ശബ്ദം ഏറ്റവും വ്യക്തമായും ഏറ്റവും ഉച്ചത്തിലും കേൾക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ, രാജ്യം മുഴുവൻ, ഈ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ശബ്ദം പ്രതിധ്വനിക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ ആ സമയം ഇന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. Each one of you represent all that is beautiful about our nation. ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ അതിനെയാണ് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. Yes, you also. You're looking at you have a beautiful smile. Yeah. നിങ്ങൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട്. Why? Because here in Wayanad you have always stood for what is right. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കാരണം വയനാട്ടിലെ ജനങ്ങൾ എല്ലാ കാലത്തും എന്താണോ ശരി അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ള ജനങ്ങളാണ് നിങ്ങൾ. This has been your history. ഇത് നിങ്ങളുടെ ചരിത്രമാണ്. There is so much natural beauty here, but you have beauty of the spirit. ഇവിടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ധാരാളമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്കുള്ളിന്റെ ഉള്ളിൽ വരുന്ന നിങ്ങളുടെ ചൈതന്യത്തിന് ഒരു സൗന്ദര്യമുണ്ട്. Today the whole world is recognizing that my brother is fighting for the truth and he's been fighting alone. ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ്, എന്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്, സത്യത്തിന് വേണ്ടി അദ്ദേഹം തനിയെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്നു. But you, my sisters and brothers, recognized it the minute you saw his face. പക്ഷേ ലോകം മുഴുവൻ ഇന്നത് തിരിച്ചറിയുമ്പോൾ എന്റെ സഹോദരന്മാരായ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ മുഖം കണ്ട നിമിഷം അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടുന്ന ആളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. You are the light that the whole of India should see. Where Hindus, Muslims, Christians live as brothers and sisters. No fighting, no anger, no hatred. നിങ്ങൾ ഇന്ത്യ മുഴുവൻ കാണേണ്ട പ്രകാശമാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇവിടെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഒരു പ്രശ്നവുമില്ലാതെ ഒരുമിച്ച് സാഹോദര്യത്തോടെ ജീവിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത്. You are the dream that Mahatma Gandhi dreamt. മഹാത്മാഗാന്ധി കണ്ട സ്വപ്നമാണ് നിങ്ങൾ, ഇവിടെയുള്ള വയനാട്ടിലെ ജനങ്ങൾ. And here, standing here on this stage in front of you, I can tell you from my heart, there is no greater honor for me than to be given the chance to represent you in parliament. ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നതിലുപരി അതിലും വലിയ ഒരു ആദരവ് എനിക്ക് കിട്ടാനില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. Plus, I have been a housewife now for 30 years, more than 30 years. So I have a really loud voice. My husband will tell you. ഞാൻ 35 വർഷമായി വീടൊക്കെ നോക്കുന്ന ഒരു വീട്ടമ്മയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ശബ്ദമുള്ള ഉയർച്ചയുള്ള ഒരു ശബ്ദമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അത് നിങ്ങളോട് പറയും. And when I fight, sisters, I really fight. ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ നല്ല ഫൈറ്റ് ചെയ്യുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ നല്ല ശക്തമായിട്ട് പോരാടുന്ന ആളാണ്. So you have a fighter here for you,
If you choose to support me and you choose to make me your MP, I will not disappoint you. I will raise your voice on every platform. നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പോരാളിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു പോരാളി ഇവിടെയുണ്ട്. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും എല്ലാ വേദികളിലും ഞാൻ ഉയർത്തും. നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തുകയില്ല. But you have already accepted me as your family, and you are, as I said, my sisters and brothers. So I have already dedicated myself, and I want you to know that I will be committed to you for the rest of my life. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബമായിട്ട് എന്നെ ഉൾക്കൊണ്ടു, നിങ്ങളുടെ കുടുംബമായിട്ട് എന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സേവനത്തിൽ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാ കാലവും നിങ്ങളോട് പ്രതിബദ്ധതയുള്ളവളായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. Thank you for all the love you have given me and all the respect you are giving me. I will not let you down. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. Thank you. നന്ദി. പ്രിയപ്പെട്ടവരെ, ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയകവാടത്തിൽ കരങ്ങൾ വെച്ച് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്ഥാനാർത്ഥിയെ കാണാൻ അഭിവാദ്യം ചെയ്യാൻ കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. സോണി പ്രിയങ്ക ഗാന്ധി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മളുടെ പ്രിയങ്കരിയായ നേതാവ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാലും ആൾരൂപവുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ മലയോര മേഖലയിലെ ജനാധിപത്യ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിക്കുന്നു. My dearest sisters and brothers, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, all my colleagues who are here with me today, എൻ്റെ കൂടെ ഇന്നിവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, I thank you from the bottom of my heart for the love you have given me. നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Every single moment since I have set foot here in Wayanad, I have only felt your love and affection, and you have welcomed me into your homes, into your hearts like one of your own. വയനാട്ടിൽ എപ്പോഴാണോ ഞാൻ കാലെടുത്ത് വെച്ചത് അന്ന് മുതൽ നിങ്ങളുടെ സ്നേഹമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്, സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The first day when I came here, I was going to my hotel and my car was stopped by some men and they wanted to talk to me, and one of them said he was from the army and he said that his mother wanted to see me. ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ പോകുമ്പോൾ വഴിയിൽ കാറ് നിർത്തിയിട്ട് അവിടെ 3-4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു അദ്ദേഹം ആർമിയിൽ നിന്നുള്ള ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. So I said, take me home. So we walked to his house, and as I entered his home, I saw his mother standing there, and she didn't know I was coming. But she saw me, her face lit up with joy, and she hugged me and held me close to her
as if I was her own daughter. അതില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി അമ്മയ്ക്ക് എന്നെ കാണണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. രാത്രിയായ സമയമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ വരുന്നുണ്ടായിരുന്നെന്ന്. പക്ഷെ എന്നെ കണ്ടപ്പോൾ അമ്മയുടെ ആ സന്തോഷം കൊണ്ട് മുഖത്താകെ തെളിച്ചായി. എന്നെ കെട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചു. ഞാൻ അമ്മയുടെ മകൾ എന്ന പോലെ ആ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. And then she took me inside her home. She made me sit down. Her name is Frisia. And she put her rosary in my hand. ആ അമ്മ എന്നെ കൈ പിടിച്ച് വീട്ടിനകത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട്, ഫ്രേസിയ എന്നാണ് അമ്മയുടെ പേര്, ആ അമ്മയുടെ കയ്യിലുള്ള കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നു. And she said, give this to your mother from me. എന്നിട്ട് ആ കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് അമ്മ എന്താ പറഞ്ഞെന്നറിയോ, ഇത് കൊണ്ടുപോയി നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. And that was my first day, my first evening of coming to Wayanad. I was coming to file my nomination. In that first moment, you accepted me, brought me to your home, gave me even a rosary for my mother. You have really touched my heart. ശരിക്കും അത് ഞാൻ വയനാട്ടിൽ വന്ന ആദ്യത്തെ ദിവസമാണ്. നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ആ വൈകുന്നേരം നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊരു കൊന്ത തന്നു, എൻ്റെ അമ്മയ്ക്ക് നൽകാൻ ഒരു കൊന്ത തന്നു. ആ അനുഭവം ശരിക്കും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു അനുഭവമാണ്. But I was not surprised because I know the history of Wayanad. പക്ഷെ അത് ആ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് അതിശയം ഉണ്ടായില്ല. കാരണം എനിക്ക് വയനാടിന്റെ ചരിത്രം എന്താണെന്ന് അറിയാം. I know how the people of Wayanad have always stood for what is right. എനിക്കറിയാം എങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും എല്ലാ കാലത്തും എന്താണോ ശരി അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. In some ways you represent everything that is good about our country. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വയനാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്ത്, ഇന്ത്യയിൽ ഏറ്റവും നല്ലതായിട്ട് എന്താണോ ഉള്ളത് അതിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് വയനാട്ടിലെ നിങ്ങൾ. You have a deep history. Your indigenous people fought against the British. നിങ്ങൾക്കൊരു ആഴമുള്ള ചരിത്രമുണ്ട്. ഇവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരാണ്. And you have always lived in harmony. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാ കാലത്തും സാഹോദര്യത്തിലും ഐക്യത്തിലുമാണ് ജീവിച്ചിട്ടുള്ളത്. No matter which religion you have belonged to, you have lived as brothers and sisters. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, വയനാട്ടിലുള്ള ജനങ്ങൾ നിങ്ങൾ സഹോദരി സഹോദരന്മാരെ പോലെയാണ് എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്. And these are the teachings of all our religious leaders, whether it was Sri Narayan Guruji, whether it was our great earlier leaders before that, or our gurus. They have all taught that we should live in harmony, there should be equality, and everybody should move forward and progress together. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മതത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ നേതാക്കളുടെ സന്ദേശം. ഇതാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നേതാക്കളോ അതുപോലെയുള്ള മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടും ഐക്യത്തോടു കൂടി ഏത് മതത്തിൽപ്പെട്ടവരായാലും ജീവിക്കണം എന്ന സന്ദേശമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. These are the same values on which our freedom movement was led by Mahatma Gandhi ji. ഇതേ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും തുല്യതയുടെയും ഒക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചതും മുൻപോട്ട് കൊണ്ടുപോയതും. He was inspired to fight for the truth by the Bhagavad Gita. അദ്ദേഹത്തെ സത്യത്തിന് വേണ്ടി പോരാടാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ഭഗവത്ഗീതയാണ്. And by the Holy Quran. അതുപോലെ തന്നെ ഹോളി ഖുറാനിലെ മൂല്യങ്ങളും അദ്ദേഹത്തിന് പ്രചോദനം നൽകി. And he was deeply inspired by Lord Jesus' Sermon on the Mount. അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ, യേശുദേവന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടു. In fact, if somebody embodied what is written in the Bible in Corinthians 13, that whatever you do, unless you have love in your heart, it is of no value, it was Mahatma Gandhi. ബൈബിളിൽ കൊറിന്ത്യൻസ് 13 പറയുന്നത്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ അതിനൊരു മൂല്യമില്ല എന്ന് പറയുന്ന ആശയം ഏറ്റവും അധികം അർത്ഥവത്തായി ഉൾക്കൊണ്ടിട്ടുള്ളത് മഹാത്മാഗാന്ധി അല്ലാതെ മറ്റാരുമല്ല. And so when India became a free nation, it was those same values on which the Constitution of India was based. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപവൽക്കരിക്കപ്പെട്ടത്. The values of love, equality, truth, justice, secularism, this was the basis of our nation. സത്യം, സ്നേഹം, തുല്യത, സമത്വം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ പടുത്തുയർത്തിയിട്ടുള്ളത്.
And decades later today, our fight is for those values. ഇന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ദശാബ്ദങ്ങൾ കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മൾ നടത്തുന്ന പോരാട്ടം ഇതേ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. You, the people of Wayanad, have shown the country the way. നിങ്ങള് വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ള വഴി. A massive campaign was unleashed against my brother to tarnish his reputation. Lots of money, lots of resources were poured into that campaign. എന്റെ സഹോദരന്റെ പ്രതിച്ഛായ, എന്റെ സഹോദരന്റെ സത്പേര് ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് പൈസ ഉപയോഗിച്ച് ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യത്ത് വലിയൊരു പ്രചരണം തന്നെ നടക്കുകയുണ്ടായി. And there was a time where everybody was turning their back on him. ഒരു സമയമുണ്ടായിരുന്നു എന്റെ സഹോദരനോട് ഈ ലോകം മുഴുവൻ എതിർത്ത, ലോകം മുഴുവൻ പുറംതിരിഞ്ഞു നിന്ന ഒരു സമയമുണ്ടായിരുന്നു. And that is when all of you, each one of you who voted for him, who supported him, who loved him, who gave him courage and affection, stood for what is right. ഈ ലോകം മുഴുവൻ എന്റെ സഹോദരനോട് പുറംതിരിഞ്ഞു നിന്ന സമയത്താണ് വയനാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയത്. What everybody is seeing today, you saw then, 5 years ago. ഇന്ന് എന്റെ സഹോദരനിൽ ഇന്ന് എല്ലാവരും കാണുന്നത് എന്താണോ അത് നിങ്ങൾ 5 വർഷം മുമ്പ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പറയുകയാണ്. Today the whole world recognizes that this one man is standing for the truth. He is fighting for the truth and he has the courage to keep fighting no matter what happens to him. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ് ഈ ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. എന്ത് സംഭവിച്ചാലും സത്യത്തിന് വേണ്ടി പോരാടാനുള്ള ധൈര്യവും കരുത്തും അദ്ദേഹത്തിനുണ്ടെന്ന് ഈ ലോകം മുഴുവൻ ഇന്ന് പറയുമ്പോൾ വയനാട്ടുകാർ നിങ്ങളത് 5 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞു. But my sisters and brothers of Wayanad, you recognized this man and you recognized his fight much before everybody else did. എൻ്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ സഹോദരൻ്റെ ഈ മനുഷ്യൻ്റെ പോരാട്ടം, ഈ മനുഷ്യൻ എന്താണെന്നുള്ളത് ലോകം മുഴുവൻ തിരിച്ചറിയുന്നതിന് മുമ്പ് വയനാട്ടുകാരായി നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ പറയുകയാണ്. And you made a bond with him of love and trust and loyalty that is in his heart. നിങ്ങൾ അദ്ദേഹത്തോട് സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധം നിങ്ങൾ അദ്ദേഹത്തോട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ബന്ധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ഒരു ബന്ധമാണ്. He and all of us in his family are deeply, deeply grateful to you for what you did for him. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗവും വയനാട്ടുകാരായി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണോ ചെയ്തത്, വയനാട്ടുകാരായി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണോ ചെയ്തത് അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തരോടും നിങ്ങളോട് എന്നെന്നും കടപ്പെട്ടിരിക്കുന്നവരായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. It is you who gave him the courage to walk 4,000 kilometers across India in the name of unity and peace. ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ 4000 കിലോമീറ്റർ നടക്കാനുള്ള ധൈര്യം എന്റെ സഹോദരന് കൊടുത്തത് വയനാട്ടുകാരായ നിങ്ങളാണ്. I am his sister, so I can tell you how sad he was to leave you. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. അതുകൊണ്ട് എനിക്കറിയാം വയനാട്ടിലെ നിയോജക മണ്ഡലം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നപ്പോൾ, നിങ്ങളെ ഉപേക്ഷിച്ചു പോകേണ്ടി വരാൻ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയായി എനിക്കറിയാം. And for me, there is no greater example than what kind of relationship people and their leaders should have than the relationship between Rahul and you. രാഹുലും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉപരിയായി ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നതിന് എനിക്ക് മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. Because when politics becomes only about being powerful, only about staying in power by any means, whether it is dividing people, spreading hatred, spreading anger, creating situations like you have seen in Manipur and in other states, then the whole basis of politics becomes completely wrong. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് വിധേയം അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, അധികാരം നേടുന്നതിന് വേണ്ടി ജനങ്ങളെ വിഭജിച്ചുകൊണ്ട്, നിങ്ങൾ മണിപ്പൂരിൽ കാണുന്നത് പോലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം തന്നെ തെറ്റായി മാറുന്നു. When there is no respect for people, those very people who have put you in power, those very people who have put you in the position to be a minister,
or an MLA or an MP or a Prime Minister, when you lose respect for those very people, then you lose respect for the nation and for the country. നിങ്ങളെ മന്ത്രിയാക്കിയ, നിങ്ങളെ MLA ആക്കിയ, നിങ്ങളെ പ്രധാനമന്ത്രിയാക്കിയ ജനങ്ങളോട്, ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള ബഹുമാനം, നിങ്ങൾക്ക് അടിസ്ഥാന ബഹുമാനം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള അടിസ്ഥാനപരമായ ബഹുമാനമാണ് നഷ്ടപ്പെടുന്നത്. Today all of us standing on this stage in front of you know in our hearts that we can't stand here unless you support us. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അറിയാം, നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ ഈ വേദിയിൽ നിന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ആഴത്തിൽ അറിയാം. This is not our greatness or our power that we are standing here. It is your greatness, it is your power that we are reflecting back to you. ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ മഹത്വമല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഇത് നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ശക്തിയും മഹത്വവും പ്രതിഫലിപ്പിച്ച് നിങ്ങളിലേക്ക് തരികയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ചെയ്യുന്നത്. But what are we seeing in our country? What kind of politics are we seeing today? For the last 10 years, what is it that we have all witnessed? പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ എന്തിനാണ് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്? We have witnessed complete disrespect for the people of India. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് പൂർണ്ണമായ ബഹുമാനമില്ലാത്ത ഒരു അവസ്ഥയാണ്. All the policies that the BJP government, Modi ji's government are making are being made for the benefit of his 5 or 6 big businessmen friends. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും അദ്ദേഹത്തിന്റെ 5 or 6 ബിസിനസ്സുകാരായ വ്യവസായികളായ സുഹൃത്തുക്കളുടെ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായ 5 or 6 ബിസിനസ്സുകാരുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. Policies are not made to benefit you. നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ രാജ്യത്തെ നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. There is no compassion for farmers. Here you have a tradition of agriculture, and agriculture is the basis of your community, and yet you are continuously promised MSP for your crops and you don't get it. ഇവിടുത്തെ കർഷകരോട് യാതൊരു അനുതാപവും അനുകമ്പയുമില്ല. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായ നിങ്ങൾക്കൊരു കൃഷിയുടെ പാരമ്പര്യമുണ്ട്, കാർഷിക വൃത്തിയുടെ പാരമ്പര്യമുണ്ട്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരു മിനിമം താങ്ങുവില വാഗ്ദാനം നൽകുകയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. Tribal peoples and farmers are under attack across the country. ഈ രാജ്യം മുഴുവനും നമ്മുടെ കർഷകരും ആദിവാസികളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Their lands are given to big business people. വലിയ വലിയ ബിസിനസ്സുകാർക്ക്, വ്യവസായികൾക്ക് ആദിവാസികളുടെ ഭൂമി എടുത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. And there is no thinking on how to make jobs for you, how to increase employment, how to give you better access for health, for education and all those needs that the government should be providing for. നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടുതൽ തൊഴിൽ നൽകുക, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കുക, ഇതിനെ പറ്റി ഒന്നും ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല. You were promised MSP for rubber, you still don't get it. You were promised a medical college. The board has been put up in front of the hospital saying it's a medical college, but there are no facilities there. നിങ്ങൾക്ക് റബ്ബറിന് താങ്ങുവില നൽകാമെന്ന് പറഞ്ഞു, നൽകിയിട്ടില്ല. നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണം. അവിടുത്തെ ആശുപത്രിയുടെ മുൻപിൽ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചിട്ടുള്ളതല്ലാതെ നിങ്ങൾക്ക് യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇതുവരെ നൽകിയിട്ടില്ല. And when there is no respect for people and there is no respect for the strength that people give you, then politicians wake up in the morning and decide to make whatever rules they want and you have to abide by them. ഇപ്പോ ജനങ്ങളോട് നിങ്ങളോട് ബഹുമാനമില്ലാത്തപ്പോൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ രാഷ്ട്രീയക്കാർ രാവിലെ എഴുന്നേറ്റ് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരികയാണ്. അത് നിങ്ങൾക്ക് അനുസരിക്കണം. അതാണ് ഇന്നത്തെ സാഹചര്യം. So all of a sudden you have demonetization. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഈ രാജ്യത്ത് നോട്ട് നിരോധനമുണ്ട്, which affects deeply all these small businesses. അത് ഏറ്റവും കൂടുതൽ ആഴത്തിൽ ബാധിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെയും വ്യാപാര സ്ഥാപനങ്ങളെയുമാണ്. All of a sudden you have multiple GST, different taxes on different things that confuse you, that create more and more problems in your business. അത് മാത്രമല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് GST, ചരക്ക് സേവന നികുതി പോലെയുള്ള പല പല നികുതികൾ ഉണ്ടാവുന്നു. നിങ്ങളെ എല്ലാവരുടെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന പല പല നികുതികൾ ഉണ്ടാവുന്നു. All of a sudden a zone is declared ESA and villages are put into that zone
without any proper reasoning or planning, and you have to abide by new rules. അത് മാത്രമല്ല, പെട്ടെന്നൊരു ദിവസം പരിസ്ഥിതി ആഘാത പഠനം നടത്തി പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ച് കുറെ ഗ്രാമങ്ങളെ അതിലേക്ക് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രണവുമില്ല, നിങ്ങളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. There is so much that can be done here. Tourism can be developed so much more. വയനാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ വിനോദസഞ്ചാരം ഇനി ഒരുപാട് നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. Health facilities, education facilities can be improved, access can be improved. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. I know you have a huge issue of human-animal conflict. Everybody should sit down, find solutions which work for all sides. എനിക്കറിയാം, നിങ്ങൾക്കിവിടെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനുണ്ട്. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അതിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. I know my brother has worked hard to pressurize both the state government and the central government to provide facilities and to do many of these things. എനിക്കറിയാം, ഈ പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ തന്നാലാവുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. But the starkest example of a flawed politics is that when Wayanad went through such a terrible tragedy, when Rahul and I came here, I met with people who had lost their whole families, young children whose whole families had been wiped out, families whose whole livelihood, their homes, everything had been washed away by the landslide. It was a tragedy that even shook us up so much, and we travel around the country, we see so much pain, so much suffering. But it shook us because we have never seen such a great tragedy happen in such a small area where so many families have been affected all at once. വയനാട്ടിൽ നടന്ന നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം, ഒരു വലിയ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ വലിയ ദുരന്തം നടന്ന രാഹുലും ഞാനും ഇവിടെ വന്നപ്പോൾ മനുഷ്യരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യര്, കുഞ്ഞുങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട മനുഷ്യർ, ഇത് ഞങ്ങളെ ആകെ ഉലച്ചു. ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്. ഈ ദുഃഖം കാണുമ്പോൾ ഇത്രയും ചെറിയ സ്ഥലത്തുണ്ടായ ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി രാഹുലിനെയും എന്നെ ഇവിടെ വന്നപ്പോൾ വല്ലാതെ ഉലച്ചു കളഞ്ഞു. And the Prime Minister also came here during that tragedy. He also met those victims. But he did not send the funds that were required to help them. ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് ജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നു, അവിടെ ദുരന്തബാധിതരായ ആളുകളെ കണ്ടു, അതിജീവരെ കണ്ടു. പക്ഷെ അവർക്ക് വേണ്ട കൃത്യമായ സഹായം, സാമ്പത്തിക സഹായം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഇതുവരെ. And so I go back to sister standing here. I go back to the Corinthians 13. It says that if you do acts of goodness but you don't have love in your heart, then you are just a clanging cymbal. ഞാൻ അവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരിമാരുടെ അടുത്തേക്ക് പോയി, അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സിനോട് പോയിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കൊറിന്ത്യൻസ് 13 പറയുന്ന ആ വാചകം പറയാണ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്നേഹമില്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് യാതൊരു അർത്ഥവുമില്ല, അത് വെറും ഒരു പ്രതീകം മാത്രമായി മാറുകയാണ്. And what bigger symbol of this can it be that the Prime Minister comes here, he meets the victims of the tragedy, he promises them he is going to help, and then for months he does not send the funds to help them. അതുപോലെ ഹൃദയത്തിൽ സ്നേഹമില്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏത് വേറെ ഉദാഹരണം വേണം? പ്രധാനമന്ത്രി ഇവിടെ വന്നു, ഈ ദുരന്തബാധിതരായ ആളുകളെ സന്ദർശിച്ചു, അവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു, പക്ഷെ ദിവസങ്ങൾ മാസങ്ങളായിട്ടും ഇതുവരെ അവർക്ക് വേണ്ട സഹായം കൊടുത്തിട്ടില്ല എന്നതിൽ പരം മറ്റൊരു ഏത് ഉദാഹരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? So this strain of politics that is prevalent in the country today, in which only power matters and people do not matter, needs to be changed. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം, അതില് ജനങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത, അധികാരത്തിന് മാത്രം പ്രാധാന്യമുള്ള ഈ രാഷ്ട്രീയം, ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം മാറിയേ പറ്റൂ ഈ രാജ്യത്ത്. You need to remind the country, you need to remind the leaders of the BJP that it is the people who have power in a democracy. നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, ഈ രാജ്യത്തെ ഓർമ്മിപ്പിക്കണം, BJPയെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കണം, ഒരു ജനാധിപത്യത്തിൽ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണെന്ന് BJPയെയും ഈ രാജ്യത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. And your greatest power is your vote. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടാണ്.
This is the power the Constitution has given you to change your futures. നിങ്ങളുടെ ഭാവി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ശക്തിയാണ് നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത്. I want to help you to chart a new future for yourselves. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഭാവി രൂപവൽക്കരിക്കാൻ, അതിന് വഴിയൊരുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I want to reach out to as many of you as I can. Come to your homes, understand your issues, understand the depth of your problems. I want to know which are the biggest issues and how we can tackle them and how we can move forward to pressurize the governments to act on your behalf. എനിക്ക് എന്നാൽ ആവുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നിങ്ങളെ നേരിട്ട് കാണണം. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം, നിങ്ങളുടെ കൃത്യമായ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഗവൺമെന്റുകൾക്ക് സമ്മർദ്ദം ചെലുത്താൻ എനിക്കാവുന്നത് ചെയ്യാൻ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. We don't have a government in the center and we don't have a government in the state. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നമുക്കിപ്പോൾ ഗവൺമെന്റ് അധികാരത്തിലില്ല. But we have the strength of your voice. And I can raise your voice at every platform. I can raise your voice in parliament. I can ask for what you want, demand for your needs on every platform possible. നമുക്ക് രണ്ട് ഗവൺമെന്റുകൾ അധികാരത്തിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് നിങ്ങളുടെ ശബ്ദത്തിന്റെ കരുത്തുണ്ട്. ആ ശബ്ദത്തിന്റെ കരുത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും സാധ്യമായ ഏത് വേദിയിലും ഉയർത്താനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോരാടാനും എനിക്ക് സാധിക്കും. For me, your love is sacred. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വയനാട്ടുകാരുടെ സ്നേഹം എന്ന് പറയുന്നത് പരിപാവനമായി, പുണ്യമായി ഞാൻ കരുതുന്നു. Each one of you is a responsibility for me. Each one of you is a duty. Each one of you symbolizes a trust and faith that you are placing in me, and I will not let you down. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ ഒരിക്കലും വയനാട്ടുകാരായ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I see so many young girls and boys the age of my own children. I know how you are well educated. Your parents have worked hard to educate you. ഇവിടെ ഞാൻ ഒരുപാട് ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണുന്നത് എൻ്റെ മക്കളുടെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളാണ്. എനിക്കറിയാം നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. And for me it would be a mission to provide you, to help you to get a better future for yourselves. ഇവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാക്കി എടുക്കുക എന്നത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. Like that little girl there, I would like to see her grown up and independent and earning for herself. അവിടെയുള്ളൊരു ചെറിയ പെൺകുട്ടിയെ കണ്ടോ? ഞാൻ അവള് വളർന്ന് വലുതാകുമ്പോൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി സ്വതന്ത്രയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I look forward to a journey with you of understanding, of respect, and of fighting for whatever you want and whatever you feel are your strongest needs over here. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള മനസ്സിലാക്കലിൻ്റെ, ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു യാത്ര. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് കഴിയുന്ന വിധത്തിൽ പരിഹാരം കണ്ടെത്താൻ വയനാട്ടുകാരോടൊപ്പമുള്ള സ്നേഹത്തിൻ്റെയും യാത്രയുടെ, സ്നേഹത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ ഒരു യാത്രയിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. Thank you for your love and affection. And thank you for waiting for me here today and for listening to me. നിങ്ങളുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും വളരെയധികം നന്ദി. എന്നെ കാത്തു നിന്നതിനും എന്നെ ശ്രവിച്ചതിനും കേട്ടതിനും വളരെയധികം നന്ദി. I am very grateful to you. ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി. They're saying that I am speaking too long. Should I speak less? No. This is a hard touch. ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ് അത് കൂടിപ്പോയോ എന്ന്.